ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു 3 പീസ് നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായൊരു രീതിയിലാണ് ഈ ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതൊരു 290ൻ്റെ നൈറ്റി മെറ്റീരിയലാണ്. ഇത് 4ആക്കി മടക്കിയിടണം. മടക്ക് വശം നമ്മൾ നിൽക്കുന്ന സൈഡിൽ വേണം വരാനായിട്ട്, ഓപ്പോസിറ്റ് തുറന്നു വശം. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്ത് വിടണം. 34 ചെസ്റ്റ് സൈസിലെ നൈറ്റിയാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഒരു 9.5 ഇഞ്ച് യോക്കാണ് മാർക്ക് ചെയ്യേണ്ടത് ആദ്യം. അത് കഴിഞ്ഞ് ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഷോൾഡർ 6.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നേരെ താഴേക്ക് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം നെക്ക് വിഡ്ത്ത് ഒരു 2.25 മാർക്ക് ചെയ്യുക. ഇനി ബാക്ക് നെക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ ഒരു ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കുക. അവിടെ നിന്നൊരു കർവ് പോലെ ഇങ്ങനെ മാർക്ക് ചെയ്യുക, ഒരു റൗണ്ട്. അത് കഴിഞ്ഞ് ഫ്രണ്ട് നെക്ക് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് അതൊരു ബോക്സ് ആക്കുക. ഇനി ഇവിടെ നിന്നൊരു കർവ് പോലെ വരച്ചു കൊടുക്കുക. ഇനി ഈ 7 ഇഞ്ചും ഈ 9.5 ഇഞ്ചും തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് സ്ലീവ് അടയാളപ്പെടുത്താം. സ്ലീവ് ലെങ്ത് ഒരു 7 ഇഞ്ചും പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി 7.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് നേരെ താഴേക്ക് ഒരു 6.5 ഇഞ്ച് മതി. കാരണം ഇവിടെ നമ്മൾ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയുള്ളൂ. അതിനേക്കാളും കുറവ് മതി. 1/2 ഇഞ്ച് കുറച്ച് വേണം സ്ലീവിൻ്റെ ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട്. ഇനി ഇവിടെ നിന്നൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴേക്ക് ഒരു 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. വരയ്ക്കണമെന്നില്ല, മാർക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് കൈ വണ്ണം വേണ്ടത് 6 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇത് ഈ ഡോട്ടും തമ്മിൽ യോജിപ്പിക്കുക. ഈ ഡോട്ടും തമ്മിൽ യോജിപ്പിക്കുക. ഇനി ഇത് തമ്മിലുള്ള ഇത് 4 ഇഞ്ചാണ്. ഈ 4 ഇഞ്ച് ഇവിടെ കിട്ടത്തക്ക രീതിയിൽ വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഇനി ഈ 9.5 ഇഞ്ചും ഈ പോയിൻറ്റും തമ്മിൽ നമുക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. ആദ്യം അത് കഴിഞ്ഞ് യോക്ക് കട്ട് ചെയ്യുക. ഇതെൻ്റെ ഒരു കസ്റ്റമറിന് വേണ്ടി തന്നെയാണ് തയ്ക്കുന്നത്.
സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് നമുക്ക് ലെങ്ത്ത് എന്തോരം വേണമെന്ന് നോക്കിയിട്ട് വേണം മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാനായിട്ട്. ഇതെനിക്കിപ്പോൾ 7 ഇത്രയും വേണം. ഇതിപ്പോൾ നമ്മുടെ സ്ലീവ് ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് യോക്ക് കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ബാക്കിലേക്ക് കട്ട് ചെയ്യാം. ശേഷം ഇവിടെ നിന്നൊരു സ്ട്രെയിറ്റ് വരച്ച് കൊടുക്കുക. ഇവിടെ നിന്നൊരു 1.5 ഇഞ്ച് മാറി അടയാളപ്പെടുത്തുക. നമുക്ക് ഇവിടെ ഇത്രയാണ് വേണ്ടത്. ഇനി ഇങ്ങനെ വരുന്നതാണ്. അപ്പം നമുക്ക് ഇവിടെ വേറെ ഏതെങ്കിലും പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ ഇച്ചിരി കൂടെ ഭംഗിയായിരിക്കും.